ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 2 ഉള്ളത്. ക്ലാസ് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം, മറക്കാതെ പോയി ഒന്ന് കാണൂ കേട്ടോ. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് നോക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് തുടർന്നു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തെയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സംസാരിക്കാൻ ചില കണ്ടീഷൻസ്, അതേപോലെ നമുക്ക് കുറച്ച് ഫോർമുലകൾ ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ ഡെയിലി യൂസ് സെൻറ്റൻസും നമുക്ക് ഇതിലൂടെ നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ആരംഭത്തിൽ എന്തുണ്ടായാൽ അതിൻ്റെ അവസാനം എന്ത് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പ്രസൻറ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പോൾ മേ എന്ന് സ്റ്റാർട്ടായാൽ ഹും എന്ന് അവസാനിപ്പിക്കണം. തും എന്ന് തുടങ്ങുകയാണെങ്കിൽ ഹോ അവസാനിപ്പിക്കണം. മറ്റുള്ള ഏത് വേർഡ്സ് വന്നാലും ഹേം അല്ലെ ഹൈം എന്ന് ഉപയോഗിക്കണം. ഈ ഒരു കണ്ടീഷൻ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഫോർമുലയിൽ നമുക്ക് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇതിൽ ഒരു ആൺകുട്ടിയെ പറ്റിയോ ഒരു വാക്യം പറഞ്ഞാൽ ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കണം. അതായത് ഒരു സെൻറ്റൻസിൽ വരുന്ന വെർബ്, അതായത് പ്രവൃത്തിയുടെ കൂടെ രഹ എന്ന് ചേർക്കണം. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നടുവിൽ വരുന്ന പ്രവൃത്തിയുടെ കൂടെയാണ് നമ്മൾ രഹ എന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിത് എക്സാമ്പിളോട് കൂടി സെൻറ്റൻസുകൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയറായി മനസ്സിലാവും. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. മേ ആ രഹാഹും, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവൃത്തി എന്ത് ചെയ്യുന്നുണ്ട്? തുടർന്നു കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ആ എന്നുള്ളത് വരിക എന്നതാണ് അതിൻ്റെ മീനിങ്. ആ രഹാഹും, ഇവിടെ ആണാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടെ രഹ എന്ന് ചേർത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, മേ എന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവസാനിക്കുന്ന സമയത്ത് ഹും എന്ന് തന്നെ അവസാനിക്കണം എന്നുള്ളത്. പിന്നെ ആ ഒരു നടുവിലുള്ള വെർബിൻ്റെ കൂടെ, ആ എന്ന വെർബിൻ്റെ കൂടെ രഹ എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ആൺകുട്ടിയാണ് പറയുന്നതെന്ന്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. മേ സുൻ രഹാഹും, സുൻ എന്നുള്ളത് കേൾക്കുക. അപ്പോൾ സുൻ രഹ, ഇവിടെ രഹ പ്രവൃത്തിയുടെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? രഹ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മേ സുൻ രഹാഹും, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം. വഹ് സീഖ് രഹാഹേ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വഹ് അവൻ, സീഖ് എന്നുള്ളത് പഠിക്കുക, സീഖ് രഹാഹേ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് നമുക്ക് മനസ്സിലായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ രഹ എന്ന് ചേർത്ത് കൊടുക്കുക. വെർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? രഹ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2 കണ്ടീഷൻസും പഠിച്ചു കഴിഞ്ഞു. മേ ചേർക്കുമ്പോൾ ഹും എന്ന് അവസാനിക്കുന്നതും വഹ് എന്നുള്ളത് ഹേ അവസാനിക്കുന്നതും നമ്മൾ കണ്ടു അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ നടുവിലുള്ളത് രഹ എന്ന് ഒരു വെർബിൻ്റെ കൂടെ ചേർക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഫോർമുല നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഫോർമുലയിൽ നമ്മൾ ഒരാണ് സംസാരിച്ചാൽ എങ്ങനെ പറയും എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഒരു പെണ്ണ് സംസാരിച്ചാൽ, ഒരു പെൺകുട്ടി സംസാരിച്ചാൽ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു വാചകം പറയുകയാണെങ്കിൽ ഈ ഫോർമുല നമുക്ക് യൂസ് ആക്കാം. അതുപോലെ തന്നെ ഇവിടെ വെർബിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ രഹി എന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൽ ചെയ്ത പ്രവൃത്തി തന്നെ ഒരു ഫീമെയിലിനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആൺകുട്ടി പറയുകയാണെങ്കിൽ മേ ആ രഹാഹും എന്നാണ് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ മേ ആ രഹീഹും, ഇവിടെ എന്തായി? പ്രവൃത്തിയുടെ കൂടെ രഹി എന്ന് ചേർത്ത് കൊടുത്തു, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് മേ സുൻ രഹീഹും, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുൻ എന്നതിൻ്റെ കൂടെ എന്ത് ചേർത്തു? രഹി എന്ന് ചേർത്ത് കൊടുത്തു അല്ലേ. സുൻ രഹീഹും. ഒരാളാണ് പറയുന്നതെങ്കിൽ സുൻ രഹാഹു, പെൺകുട്ടിയാണെങ്കിൽ സുൻ രഹീഹു. അടുത്തത് നോക്കാം. വഹ് സീഖ് രഹീഹേ, അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു ആൺകുട്ടിയാണെങ്കിലോ വഹ് സീഖ് രഹാഹേ. ഇനി നെക്സ്റ്റ് ഫോർമുല നോക്കാം. ഇവിടെ
വെർബിൻ്റെ കൂടെ അതായത് പ്രവൃത്തിയുടെ കൂടെ രഹേ ചേർത്ത് കൊടുക്കണം. രഹേ നമ്മൾ എപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്? അതായത് നമ്മൾ പലരെയും കുറിച്ച് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വയസ്സിൽ മുതിർന്ന ഒരു പുരുഷന് ആണെങ്കിൽ മാത്രമാണ് ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളോട് കൂടി നോക്കാം. ഇപ്പോൾ ഒരുപാട് പേര് വരുന്ന സമയത്താണ് നമ്മൾ വേ എന്ന് ഉപയോഗിക്കുക, അവർ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്ത് നോക്കാം. വേ ആ രഹേ ഹേ, അവർ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത സെൻറ്റൻസിൽ ഹം സുൻ രഹേ ഹേ, ഒന്നിൽ കൂടുതൽ ഇതിലും ആളുകളുണ്ട് ഞങ്ങൾ എന്നുള്ളതിന് അല്ലേ. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. പിതാജി സീക്ക് രഹേ ഹേ, അച്ഛൻ പഠിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ പിതാജി ഒരു മുതിർന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രഹേ എന്ന് വന്നിട്ടുള്ളത്. ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതാണ്. അതായത് ഒന്നിലധികം ആളുകൾ വരുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്ന ഒരു എൽഡേഴ്സ് ആണെങ്കിൽ ഒരു ആണാണെങ്കിൽ മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ രഹി എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആണുങ്ങൾക്കാണ് നമ്മൾ ചെറിയവരാണെങ്കിൽ രഹ എന്നും വലിയവരാണെങ്കിൽ രഹേ എന്നും ഉപയോഗിക്കുന്നത്. ഇനി ഡെയിലി യൂസ് ചെയ്യുന്ന ഹിന്ദി സെൻറ്റൻസുകളിലൂടെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസുകൾ നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഐ ആം കമ്മിങ് ഫ്രം ചെന്നൈ, ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. മേ ചെന്നൈ സേ ആ രഹാ ഹോ. ഇതിൽ ഒരു ആണാണെങ്കിലാണ് നമ്മൾ ചെന്നൈ സേ ആ രഹ എന്ന് ചേർത്ത് പറയുന്നത്. ഇനി പെണ്ണാണെങ്കിലോ മേ ചെന്നൈ സേ ആ രഹി ഹോ, രഹി എന്ന് ചേർത്ത് കൊടുത്തു. നെക്സ്റ്റ് ഐ ആം കമ്മിങ് 2 minutes, ഞാൻ 2 മിനിറ്റിൽ വരാം. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഇതിൽ ഒരു ആണാണ് പറയുന്നതെങ്കിൽ മേ 2 minute മേ ആ രഹാ ഹോ. ഇനി പെണ്ണാണ് പറയുന്നതെങ്കിൽ മേ 2 minute മേ ആ രഹി ഹോ. ഇതിൽ ദോ എന്നതിൻ്റെ മീനിങ് ആണ് 2, മിനിറ്റ്. നെക്സ്റ്റ് ഐ ആം കമ്മിങ് ബൈ ബസ്, ഞാൻ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഹിന്ദിയിൽ ഒരു ആണ് പറയുമ്പോൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. മേ ബസ് സേ ആ രഹാ ഹും. ഇതിൽ മേ എന്നാൽ ഞാൻ, ബസ് സേ ബസ്സിൽ, ആ എന്നാൽ വരിക, ആ രഹാ ഹും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ മേ ബസ് സേ ആ രഹി ഹും, ആ രഹി ഹും. ഇനി നെക്സ്റ്റ് ഐ ആം ഡൂയിങ് MBA, ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. മേ MBA കർ രഹാ ഹോ. ഒരു ആണ് പറയുമ്പോഴാണ് രഹ എന്ന് ചേർക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പെണ്ണാണ് പറയുന്നതെങ്കിലോ മേ MBA കർ രഹി ഹോ, മേ MBA കർ രഹി ഹോ. ഇതിൽ കർ എന്നതിന് മീനിങ് ആണ് ചെയ്യുക, കർ രഹാഹും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് ഐ ആം സെൻഡിങ് ആൻ ഇമെയിൽ, ഞാനൊരു ഇമെയിൽ അയച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ അയക്കുക എന്നതിൻ്റെ മീനിങ് ആണ് ഭേജ്. അപ്പോൾ ഒരു ആണ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം. മേ ഏക്ക് ഇമെയിൽ ഭേജ് രഹാ ഹോ, മേ ഏക്ക് ഇമെയിൽ ഭേജ് രഹാ ഹോ. ഒരു പെണ്ണ് പറയുകയാണെങ്കിലോ മേ ഏക്ക് ഇമെയിൽ ഭേജ് രഹി ഹോ, മേ ഏക്ക് ഇമെയിൽ ഭേജ് രഹി ഹോ. ഇനി ഇവിടെ നെക്സ്റ്റ് നോക്കാം. വി ആർ ഗോയിങ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നിലധികം ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? രഹേ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ജ എന്നുള്ളത് പോവുക. അപ്പോൾ ജാ രഹേ ഹെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടൈം ഈസ് റണ്ണിങ്, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. സമയ് ദൗഡ് രഹാ ഹെ. ഇവിടെ സമയ് എന്നുള്ളത് സമയം, ദൗഡ് എന്നുള്ളത് ഓടുക, അതായത് പോയിക്കൊണ്ടിരിക്കുക. ദൗഡ് രഹാ ഹെ പോയിക്കൊണ്ടിരിക്കുന്നു, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് വാട്ട് ആർ യു സീയിങ്, നിങ്ങൾ എന്താണ് നോക്കുന്നത്? ആപ് ക്യാ ദേഖ് രഹേ ഹെ. ഇവിടെ ദേഖ് എന്നതിൻ്റെ മീനിങ് ആണ് കാണുക, അതായത് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മുതിർന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ്
രഹേ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത സെൻറ്റൻസ് ഗ്രാൻഡ് പാ ഈസ് സ്ലീപ്പിംഗ്. മുത്തച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സോ എന്നതിൻ്റെ മീനിങ് ആണ് ഉറങ്ങുക. അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം? ദാദാജി സോ രഹേ ഹെ. ഇവിടെ മുതിർന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് നമ്മൾ രഹേ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ദാദാജി സോ രഹേ ഹെ. നമ്മൾ കഴിഞ്ഞ ഫോർമുലയിൽ പറഞ്ഞതുപോലെ ഒന്നിലധികം ആളുകൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരു വ്യക്തിയെക്കുറിച്ചോ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഒരു പുരുഷനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് പറയണം? രഹേ യൂസ് ചെയ്യണം. നമ്മൾ ചെറിയവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സമപ്രായക്കാരോടൊക്കെ നമുക്ക് രഹ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രഹേ എന്ന് തന്നെ യൂസ് ചെയ്യണം. ഇനി സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ രഹി എന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. മോം ഈസ് ഹിയറിങ് സോങ്സ്. അമ്മ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ പാട്ടുകൾ എന്നതിന് ഗാനെ, അതായത് ഒരു പാട്ടാണെങ്കിൽ ഗാന, ഇത് ഒന്നിലധികം പാട്ടുകളായതുകൊണ്ട് ഗാനെ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മാ ഗാനെ സുൻ രഹി ഹേ. മാ ഗാനെ സുൻ രഹി ഹേ. അമ്മ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് യുവർ സൺ ഈസ് ക്രൈയിങ്. നിങ്ങളുടെ മകൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ആപ്കാ ബേട്ട രോ രഹാ ഹേ. ഇതിൽ ആപ്ക നിങ്ങളുടെ, ബേട്ട മകൻ, രോ എന്നാൽ കരയുക, രോ രഹാ ഹേ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡെയിലി യൂസ് സെൻറ്റൻസിലൂടെ നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വെർബുകളൊക്കെ നന്നായി പഠിക്കുക, എന്നിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്ത് നോക്കുക. ഇതിലുള്ള ഓരോ സെൻറ്റൻസും ഉറക്കെ പറഞ്ഞു നോക്കുകയും വേറെ വെർബുകളൊക്കെ വെച്ചിട്ട് സെൻറ്റൻസുകൾ മേക്ക് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസ് മേക്ക് ചെയ്ത് നോക്കുകയും ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഹിന്ദി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.